തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിനുള്ള സമയം അവസാനിച്ചു. 80% മുകളിലാണ് തമിഴ്നാട്ടിൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. 4.7 കോടി വോട്ട് പോൾ ചെയ്തു. 2011 78% റെക്കോർഡ് പോളിംഗ് മറികടന്നു. ഡി ബിനോയിയുടെ വിവരങ്ങളുമായി. ബിനോയ്, എന്തായാലും വോട്ടെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ്. 80% എന്നൊരു ചരിത്ര പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ. നാട്ടിലെ പോളിംഗ് 80% വരെയായിരുന്നു 5 മണിക്ക് രേഖപ്പെടുത്തിയിരുന്നത്. അവസാന കണക്കുകൾ നാളെയോടുകൂടി മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഏകദേശം 90% വരെ എത്തും എന്നുള്ള പ്രതീക്ഷയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഏറ്റവും കൂടുതൽ പോളിംഗ് തമിഴ്നാട്ടിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത് 2011 അന്ന് 78%. അതേസമയം കഴിഞ്ഞ പ്രാവശ്യം 2021 കോവിഡിന് ശേഷമുള്ള പോളിംഗ് എന്ന് പറയുമ്പോൾ 72%. 5.3 കോടി വോട്ടർമാരാണ് തമിഴ്നാട്ടിലുള്ളത്. അതിൽ നിന്നും 4.7 കോടി വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ള വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. വലിയ തരത്തിലുള്ള പോളിംഗ് രാവിലെ മുതൽ തന്നെ നഗരമെന്നോ അല്ലെങ്കിൽ ഗ്രാമമെന്നോ വ്യത്യാസമില്ലാതെ രേഖപ്പെടുത്തുവാൻ ആളുകൾ എത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം 3 മുന്നണികളെയും ഈ തെരഞ്ഞെടുപ്പിന് വലിയ തരത്തിൽ വലിയ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം DMKയ്ക്കാണെങ്കിൽ തുടർഭരണം എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ ഇല്ല. കാരണം അവരുടെ മുന്നണി തന്നെ കോൺഗ്രസിനെയും CPIMനെയും CPIയെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയൊരു വിശാലമായൊരു മുന്നണിയാണ് DMKയുടെ നേതൃത്വത്തിലുള്ളത്. AIDMKയ്ക്ക് BJPയുടെ പിന്തുണയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തവണ ഭരണം പിടിക്കണം എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു ചിന്ത AIDMKയ്ക്ക് ഇല്ല. പക്ഷേ TVK ആണ് ഇവിടെ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത്. അതായത് നടൻ വിജയ് രൂപീകരിച്ച തമിഴ് വെട്രിക്കഴകം പാർട്ടി ഇത്തവണ മത്സരരംഗത്തേക്ക് എത്തുന്നു. എല്ലാ മണ്ഡലങ്ങളിലും അവരുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ TVKയും ഇവിടെ വലിയ തരത്തിലുള്ള മത്സരം കാഴ്ചവെക്കാൻ ഒരു ശ്രമം നടത്തി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഈ 3 മുന്നണികളും ഒരുപോലെ തന്നെ തമിഴ്നാട്ടിൽ വിജയം പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അവസാനവട്ട പോളിംഗിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈകുന്നേരം 5 മണിയോടെ പോളിംഗ് ശതമാനം 82 കടന്നിരിക്കുന്നു. ഇനി നാളെയോടുകൂടി മാത്രമേ അവസാന വട്ടത്തെ പോളിംഗിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ രൂപരേഖ ലഭിക്കുകയുള്ളൂ. പക്ഷേ അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ തമിഴ്നാട്ടിൻ്റെ ഒരു ഭാഗത്തു നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രത്യേകിച്ചും കേരളവുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാട് മേഖലകളിൽ വലിയ തരത്തിൽ പോളിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും പാലക്കാടിനോടും ഒപ്പം തന്നെ കന്യാകുമാരി ജില്ലകളിലും ഒക്കെ തന്നെ വലിയ തരത്തിൽ പോളിംഗ് നടന്നിട്ടുണ്ട്. കന്യാകുമാരി സംബന്ധിച്ചിടത്തോളം അത് കേരളവുമായി വളരെ അടുത്ത് വലിയ ദൂരത്തിൽ തന്നെ അതിർത്തി പങ്കിടുന്ന ഒരു മേഖല കൂടി തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ആ മേഖലകളിൽ വലിയ തരത്തിലുള്ള വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. എന്തായാലും AIDMKയും ഒപ്പം തന്നെ DMKയും ഒരുപോലെ തന്നെ ഭരണപ്രതീക്ഷ പങ്കുവയ്ക്കുന്നവരാണ്. DMK സംബന്ധിച്ചിടത്തോളം എന്ത് വില കൊടുത്തും ഭരണം നിലനിർത്തണം എന്നുള്ളതാണ് അവരുടെ മുഖ്യ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നഗരത്തിനപ്പുറത്തേക്ക് ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു അവരുടെ പ്രവർത്തന രീതികളെല്ലാം തന്നെ. അതേസമയം AIDMK പ്രധാനമായി പറയുന്ന ഒരു കാര്യം, ഭരണവിരുദ്ധ വികാരം തമിഴ്നാട്ടിലുണ്ട്. അത് കൃത്യമായും വോട്ടായി മാറുകയാണെങ്കിൽ AIDMK BJP സഖ്യത്തിന് അധികാരത്തിൽ വരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ അവരും മുന്നോട്ട് വയ്ക്കുന്നു. ഈ 2 മുന്നണികളും ഒരുപോലെ തന്നെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുമ്പോഴേക്കും TVKയും ഒട്ടും പിറകിലല്ല. കാരണം ജെൻസി വോട്ടുകൾ അല്ലെങ്കിൽ യുവാക്കളുടെ വോട്ടുകൾ അല്ലെങ്കിൽ യുവതലമുറയുടെ വോട്ടുകൾ വലിയ തരത്തിൽ TVKയ്ക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷ അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ വോട്ടിംഗ് എത്തുന്ന അല്ലെങ്കിൽ പോളിംഗ് കേന്ദ്രങ്ങളിലൊക്കെ തന്നെ അത്തരത്തിൽ യുവാക്കളുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു. പലപ്പോഴും യുവാക്കളെ സ്വീകരിക്കുന്നതിന് വേണ്ടി റോബോട്ടിക് സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ളവ ഏർപ്പെടുത്തിയിരുന്നു. അങ്ങനെ യുവാക്കളെ പരമാവധി ആകർഷിച്ച പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ ഒരു നീക്കവും വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 90% അടുത്ത് വരെ അവസാന ഘട്ടത്തിൽ പോളിംഗ് എത്തിച്ചേരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. തമിഴ്നാട് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തരത്തിലുള്ള ഒരു റെക്കോർഡ് പോളിംഗിലേക്ക് എത്തും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതീക്ഷ. നിലവിൽ അത് തന്നെ എല്ലാവർക്കും പറയാനും കഴിയും. കാരണം ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ 3 മുന്നണികളും നടത്തിയിരുന്നു എന്നുള്ളതാണ്. കാരണം പരമാവധി വോട്ട് ചെയ്യിപ്പിക്കുക, അതുവഴി വിജയം നിലനിർത്തുക എന്നുള്ളത് തന്നെയായിരുന്നു എല്ലാവരുടെയും ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ 3 മുന്നണികളും ഒരുപോലെ തന്നെ വിജയം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. വിജയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ TVK സംബന്ധിച്ചിടത്തോളം അവരുടെ കന്നി മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടുന്ന വോട്ടുകൾ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന സീറ്റുകളൊക്കെ തന്നെ വലിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. ഇനി ഈ TVK ഈ 2 മുന്നണികൾക്കും ഇടയിൽ ഒരു വഴിമുടക്കിയായി മാറുമോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ചില സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട്. എന്തായാലും അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് 10 മുതൽ 15%
വരെ വോട്ട് TVKക്ക് നേടാൻ കഴിയും, അല്ലെങ്കിൽ തമിഴ് വെട്രി കഴകത്തിന് നേടാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പ്രധാനമായും AIDMK പറയുന്നത് വലിയ തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരം തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അത് AIDMKക്ക് അനുകൂലമാകും എന്ന് തന്നെയാണ് പറയുന്നത്. BJP ആകട്ടെ അവരുടെ കേന്ദ്ര നേതാക്കന്മാരെയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ളവരെ തമിഴ്നാട്ടിൽ എത്തിച്ചുകൊണ്ട് റോഡ് ഷോ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ആ പ്രചരണ പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഇത്രയധികം വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയത് എന്നുള്ളതാണ് AIDMKയും BJP സഖ്യവും പങ്കുവയ്ക്കുന്നത്. എന്തായാലും മൂന്ന് മുന്നണികളും ഒരുപോലെ തന്നെ വിജയ പ്രതീക്ഷ തമിഴ്നാട്ടിൽ പങ്കുവെക്കുകയാണ്. ശരി, കനത്ത പോരാട്ടം നടക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെടുപ്പിനുള്ള സമയം അവസാനിപ്പിച്ചിരിക്കുകയാണ്. 80% മുകളിലാണ് തമിഴ്നാട്ടിൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4.7 കോടി വോട്ടാണ് പോൾ ചെയ്തിട്ടുള്ളത്. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.